ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പെരുന്നാളിനും പാർട്ടികളിലുമൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ 3 തരത്തിലുള്ള ഡിസേർട്ട്സാണ് ഇന്നത്തെ റെസിപ്പി. ആദ്യത്തേത് ഒരു മിൽക്ക് കേക്കാണ്. ആലിയ ഭട്ട് മിൽക്ക് കേക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും. അതിൻ്റെ വേറൊരു വേർഷനാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു കേക്കാണ്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു പാലും കൂടെ ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു പാലിൻ്റെ ടേസ്റ്റും കേക്കും കൂടെ കൂടി നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൈനാപ്പിൾ വെച്ചിട്ടുള്ളൊരു പുഡിങ്ങാണ്. പിന്നെ ഒരു നമ്മുടെ ബിസ്ക്കറ്റ് കസ്റ്റാർഡ് പുഡിങ്ങുമാണ്. അപ്പോൾ ഇതെല്ലാതും തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ 3 ഡിസേർട്ട്സും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തയ്യാറാക്കുന്നത് മിൽക്ക് കേക്കാണ്. അപ്പോൾ ഈ മിൽക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ളൊരു മിൽക്കിൻ്റെ ഒരു മിക്സ്, അതായത് 3 ടൈപ്പ് പാലുകൾ ചേർന്നിട്ടുള്ളൊരു മിക്സ് ആദ്യം തന്നെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് സാധാരണ പശുവും പാൽ, പിന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, പിന്നെ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, അതായത് മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കണം. അപ്പോൾ പിന്നെ വേണ്ടത് ബ്രെഡാണ്. ഇനി ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബ്രെഡിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ എപ്പോഴും നല്ല ബ്രെഡ് നോക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മളത് സെറ്റ് ചെയ്യാനെടുക്കുന്ന ഒരു പാത്രത്തിലിട്ട് ഈ ബ്രെഡ് അങ്ങനെ വച്ച് കൊടുത്തിട്ട് ഒരു ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളെടുക്കുന്ന ബ്രെഡ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു മിൽക്ക് കേക്കിൻ്റെ ടേസ്റ്റും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ബ്രെഡിൻ്റെ ടേസ്റ്റ് കയറി വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ല ഫ്രഷ് ബ്രെഡ് കൊണ്ട് തന്നെ ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിൽക്ക് മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ബ്രെഡൊക്കെ നല്ലപോലെ കുതിർന്ന് വരാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത ലെയറായിട്ട് അടുത്ത ബ്രെഡ് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നീട് അടുത്ത ലെയറായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിൽക്ക് മിക്സ് നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ സമയത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് എടുത്ത് വയ്ക്കാം. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലാണ് കേട്ടോ വയ്ക്കേണ്ടത്. അരമണിക്കൂറാകുമ്പോൾ ഫ്രീസറിലാണ് വയ്ക്കേണ്ടത്. കുറച്ചധികം സമയം വയ്ക്കുകയാണെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ വെച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വിപ്പ് ചെയ്ത ക്രീം കൊണ്ട് ക്രീം വച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഞാൻ ചുമ്മാ ഒരു ഡിസൈൻ ഇട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പോലെ ജസ്റ്റ് ഒന്ന് ഒരു ലെയർ പോലെ ഒന്ന് ആക്കി കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സൊക്കെ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്നട്ടായിട്ട് ഞാൻ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു കാഴ്ചയ്ക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു 2 ചെറി എടുത്തിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് സെറ്റാവാനായിട്ട് ഒരു അരമണിക്കൂർ ഫ്രീസറിലിട്ട് വയ്ക്കാം. അതിനുശേഷം സെർവ് ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിൽക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ട് വേണം കേട്ടോ സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൈനാപ്പിൾ പുഡിങ്ങാണ്. അപ്പോൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടതിന് ശേഷം പയ്യെ അവിടെ ഇരുന്ന് കാരമലൈസായി വന്നോളും. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ ആ ഒരു കളറൊക്കെ ചേഞ്ചായി നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാര നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുള്ളൂ. പയ്യെ ഒന്ന് ഗോൾഡൻ കളർ ആയതിന് ശേഷം മാത്രമാണ് മിക്സ് ചെയ്യാൻ പോകുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരു 5-6 മിനിറ്റ് വേണ്ടി വരും കേട്ടോ അത് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് ആദ്യം കുറച്ച് വെള്ളം ഒന്ന് ഇറങ്ങി വരും. അതായത് പൈനാപ്പിളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നതിന് ശേഷം പിന്നീട് അത് ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പോഴേക്കും പൈനാപ്പിൾ നല്ല കുക്കായി നല്ല സോഫ്റ്റായി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 3 കപ്പ് പാലാണ് തിളപ്പിക്കാനായിട്ട് വെച്ചേക്കുക. ഈ പാല് ചേർക്കാനായിട്ടുള്ളൊരു മിക്സ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ
പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. പാൽപ്പൊടി ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ ഈ പാൽപ്പൊടിക്കും അതുപോലെ പഞ്ചസാരയ്ക്കും പകരമായിട്ട് മിൽക്ക് മെയ്ഡ്, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കോൺഫ്ലോറിൻ്റെയും കസ്റ്റാർഡ് പൗഡറിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കട്ട കുത്തിപ്പോവും. അപ്പോൾ അത് കാരണമുണ്ട് നല്ല പോലെ അടുക്കി പിടിക്കാതെ നല്ല പോലെ ഇളക്കി കൊടുത്ത് പയ്യെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് കുറുകിയൊന്നും വേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് കുറുകി വന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ആ ഒരു ട്രേയിലിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പൈനാപ്പിളിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഡെക്കറേഷൻ എന്നുള്ള രീതിയിൽ മുകളിലും കുറച്ച് ആ ഒരു പൈനാപ്പിളിൻ്റെ ഇത് ഒരു ചെറിയ പീസായിട്ട് കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ടിത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലിട്ട് വയ്ക്കാം. അപ്പോൾ ഫ്രീസറിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി കിട്ടുന്നതാണ്. ഫ്രീസറിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് സെറ്റായി കിട്ടും കേട്ടോ. ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പോൾ ഇതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. ഈ പൈനാപ്പിളിൻ്റെ എല്ലാവർക്കും തന്നെ ഇഷ്ടമാവണൊരു പുഡിങ്ങാണ് കേട്ടോ. പിന്നെ അടുത്തത് ബിസ്ക്കറ്റ് കൊണ്ടുള്ള ഒരു കസ്റ്റാർഡ് പുഡിങ് തന്നെയാണ്. അപ്പോൾ ആ ഒരു കസ്റ്റാർഡിൻ്റെ ഇത് നമുക്ക് കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് ഈ 2 പുഡിങ്ങിനോട് വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡാണ് ഞാൻ തയ്യാറാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ആരോ റൂട്ട് ബിസ്ക്കറ്റ്, അതാണ് കേട്ടോ ഇത് താഴത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് ആകുമ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ കുറച്ചിങ്ങനെ പൊന്തി നിൽക്കും പോലെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അത് കാരണം കൊണ്ട് ഒന്നൊന്ന് സെറ്റായതിന് ശേഷം, അതായത് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബിസ്ക്കറ്റൊന്നും ഒട്ടും തന്നെ കാണത്തുമില്ല, നല്ലതായിട്ടിരിക്കുകയും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതെല്ലാതും ഇതുപോലെ തന്നെ സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഈ ബിസ്ക്കറ്റ് പുഡിങ് മാത്രം കുറച്ചൊരു ചൂടോട് കൂടി തന്നെ ഒഴിക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബിസ്ക്കറ്റ് കുതിർന്ന് നല്ലതായിട്ട് വരുന്നതാണ്. ഞാനിതെല്ലാം ഫ്രീസറിലായിട്ട് വെച്ചിട്ടാണ് കേട്ടോ സെറ്റാക്കി എടുത്തത്. കാരണം പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൽ വയ്ക്കാലും ഒരു കുറച്ചുകൂടെ സമയം കൂടുതൽ വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ, സെറ്റായി കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ ഇതിന് മുകളിലായിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്താണോ ഉള്ളത്, നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ 3 ഡെസേർട്ട്സും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഞാനിത് നമ്മുടെ ഇഫ്താറിനോടനുബന്ധിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇനിയിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പൈനാപ്പിൾ പുഡിങ് നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. എല്ലാവർക്കും തന്നെ ഇഷ്ടമാവണ ഒരു പുഡിങ്ങാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പൈനാപ്പിളിൽ ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടുമ്പോഴൊക്കെ നല്ല രസമാണ്. പിന്നെ നമ്മുടെ മിൽക്ക് കേക്ക് ആകുമ്പോൾ ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മിൽക്കിൻ്റെ 3 ടൈപ്പ് മിൽക്ക് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനായിട്ടുള്ള മിൽക്ക് ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോഴാണ് ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും, അതുപോലെ തുടർന്നും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഈ മിൽക്ക് കേക്കിൻ്റെ ഉണ്ടല്ലോ ഭയങ്കര സോഫ്റ്റായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ആ മിൽക്കും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മൾ കഴിക്കുമ്പോൾ, അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ.